പാലും പഞ്ചസാരയും വെച്ച് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് രസഗുള. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ? അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പം ഇതിനായിട്ട് ഞാൻ 1/2 ലിറ്റർ പാല് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഈ വിനീഗർ ചേർത്ത് കൊടുത്തു കഴിയുമ്പോഴേക്കും ഇതുപോലെ പാല് നന്നായിട്ടൊന്ന് പിരിഞ്ഞു വരാൻ തുടങ്ങും. ഇനി ഇത് ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ വെള്ളം തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു തോർത്തിലേക്കോ അല്ലെങ്കിൽ ഒരു തുണിയിലേക്കോ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലുള്ള വെള്ളം മുഴുവനും നമുക്ക് പിഴിഞ്ഞു മാറ്റി വെക്കാം. ഇതേപോലെയാക്കി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചുരുട്ടി കെട്ടി നമുക്ക് നന്നായിട്ട് ഇതിലെ വെള്ളം മുഴുവനും പിഴിഞ്ഞു മാറ്റാം. ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം നമുക്കിത് പിഴിഞ്ഞാക്കാൻ. നമ്മൾ നമ്മൾ വിനീഗർ ചേർത്തതിന്റെ ആ പുളിപ്പ് പോകാൻ വേണ്ടിയാണ് വെള്ളം ചേർക്കുന്നത്. ഈ രീതിയിൽ നന്നായിട്ട് വെള്ളം എല്ലാം പിഴിഞ്ഞു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് തിരുമ്മി ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. നമ്മുടെ ചപ്പാത്തിന്റെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഈ ഒരു പരുവത്തിന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതേപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. ഇനി നമ്മൾ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം 1/2 ലിറ്റർ പാല് വെച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു 5 രസഗുള തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഒരു 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി നല്ല തിള വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന രസഗുള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വലുപ്പം വെച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ രസഗുള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ തയ്യാറാക്കാൻ അറിയാത്തവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഒപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. ബൈ.